സന്ധ്യാസമയത്ത് ആഹാരം കഴിക്കരുത്, അത് ദോഷമാണെന്ന് ഞാൻ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിന് ഒരാൾ കമൻ്റ് ഇട്ടേക്കുന്നു സന്ധ്യാസമയം എപ്പോഴാണ്. അത് നമ്മളെ കളിയാക്കുമില്ല. സന്ധ്യാസമയം അറിയാൻ വയ്യാത്തവർ വല്ലവരും ഉണ്ട്. അപ്പം നമ്മളെ കളിയാക്കിയതാണ്. അതൊന്നും നമ്മൾ വെക്കുന്നില്ല. എന്തെല്ലാം കമൻറ്റുകളാണ് ഓരോരുത്തരിടുന്നത്. ആവശ്യമില്ലാത്ത കമൻറ്റുകൾ, വൃത്തികെട്ട കമൻറ്റുകൾ എന്തെല്ലാമാണ് ഇടുന്നത്. ഇപ്പം തന്നെ നമ്മുടെ മമ്മൂക്കായ്ക്ക് ക്യാൻസറാണ്. എന്തെല്ലാം കമൻറ്റുകളായിരുന്നു. ആരംഭമാണ്. പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ കാശുണ്ട്, മക്കളുണ്ട്, പദവിയുണ്ട്, ആൾബലമുണ്ട്. എവിടെ പോയി ചികിത്സിച്ചാലും അത് ഭേദമാകുമെങ്കിൽ അത് മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിനുള്ള കഴിവുണ്ട്. ദൈവം ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ ഒരേ കമൻ്റ് ഇടുമ്പോൾ വിചാരിക്കണം നമുക്ക് ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം. നമുക്ക് കാശില്ലാത്തതുകൊണ്ട് നമ്മളിതൊന്നും ചെക്ക് ചെയ്യാനോ ഇതിനൊന്നും ഗവനിക്കാനോ പോകുന്നില്ല. പരിശോധിക്കുമ്പോൾ അറിയാം നമുക്ക് ഈ ആൻസർ ഉണ്ടോ, എവിടെയൊക്കെ ഉണ്ട്, കൂടിപ്പോയിട്ടുണ്ടോ, കുറച്ചാണെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. നമുക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൂടിയതായിരിക്കും. കാരണം നമ്മളിത് ഗവനിക്കാത്തതുകൊണ്ട്. അവരൊക്കെ നിത്യവും മാസത്തിലൊരിക്കലും മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ അവർ ചെക്കപ്പൊക്കെ നമ്മൾ ചെക്കപ്പ് നടത്തും. ആ കാശുകൊണ്ട് നമ്മുടെ വീട്ടിലോ കഴിയാൻ നോക്കും. നമുക്കൊക്കെ ഈ അസുഖം വന്നാൽ ചാവാനേ നിവർത്തിയുള്ളൂ. നിവർത്തിയില്ലാത്തൊരു പിന്നും ചെയ്യും. ഈ അസുഖം എന്ന് പറഞ്ഞാൽ ഒന്നി ആളിനെ കൊണ്ടുപോകല്ല, കാശ് ചിലവാകും. ആ 1-2 ഇതിൻ്റെ ഈ അസുഖം വന്നാൽ രക്ഷപ്പെട്ടാൽ പെട്ടില്ല. ആരംഭമാണെങ്കിൽ ചികിത്സിച്ച് മാറ്റാൻ അദ്ദേഹത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ രേണുക 2 കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ജീവിക്കണ്ടേ. എന്തെല്ലാം കമൻറ്റുകളായിടുന്ന അനാവശ്യമായിട്ട് ആ പെണ്ണൊന്നും ചെയ്യുന്നില്ല. ആ പെണ്ണ് അഭിനയിച്ച് ആ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ജീവിതമാർഗത്തിനിറങ്ങി. അതിനെന്തെല്ലാം പറയുന്നത്. ചുമ്മാതെ ആവശ്യമില്ലാതെ ജോലി മേലെയില്ലാതെ ഓരോരുത്തരിരുന്നുകൊണ്ട് ഒരേ കമൻറ്റുകളങ്ങ് ഇടുക. ഇത് ആരെയും പിടിച്ചു പറിക്കാൻ പോകുന്നില്ലല്ലോ. വേല ചെയ്തല്ലേ ജീവിക്കുന്നത്. ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണ്ടേ. അങ്ങനെ എന്തെല്ലാം ഓരോ പെണ്ണുങ്ങളിരുന്നുകൊണ്ട് എന്തെല്ലാം വൃത്തികേടുകളാണ് ചെയ്ത് കൂട്ടി ചെയ്യുന്നത്. അതൊക്കെ കണ്ടാൽ നമ്മുടെ മേലും. അതൊക്കെ കണ്ടാൽ ആർക്കൊന്നും പറയാനില്ല. അതൊക്കെ കണ്ട് സന്തോഷിക്കാനും ആസ്വദിക്കാനും ആളുകളുണ്ട്. പക്ഷെ നല്ല കാര്യം ചെയ്താൽ അത് ആർക്കും പറയാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ രോഗമെന്ന് പറഞ്ഞത്. നമ്മളിപ്പം ആരെയും പിടിച്ച് ആർക്കും ഛേദമില്ലാത്ത ഒരു വീഡിയോ ഇടുന്നു. ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമുള്ളവർ അംഗീകരിക്കുക, ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. അതേ ഉള്ളൂ. ഇല്ലാത്തവരെ നമ്മളിതിനകത്ത് കൂട്ടുന്നില്ല. എന്നെപ്പോലുള്ള കുറേ ആളുകൾ കാണുക. ആരെങ്കിലുമൊക്കെ ഓരോരുത്തർക്ക് കാണത്തില്ലേ. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കമൻറ്റുകളൊക്കെ ഇടുന്നത്? എന്തോ കാര്യത്തിന്? ആർക്കും ശത്രുക്കാരല്ല. ഒരു മനുഷ്യനും ആരും ശത്രുക്കാരല്ല. ഏത് മനുഷ്യനാണ് എപ്പോഴാണ് ഉപകരിക്കുന്നതെന്ന് ഒരു മനുഷ്യർക്കും അറിയത്തില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും നമ്മളെ ചിലപ്പോൾ ഉപകാരപ്പെടുന്നത്. അതൊക്കെ ചിന്തിക്കണം. ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല, കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തും. ഇതുപോലെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തും. ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക, ഇല്ലാത്തവർ തള്ളിക്കളയുക. ബൈ.